ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ എനിക്ക് വൈകുന്നേരത്തേക്ക് ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം ഞാനിത് ഉണ്ടോ നോക്കുകയാണ് കേട്ടോ. എനിക്കിന്ന് വൈകുന്നേരത്തേക്ക് 30 പേർക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ ഉള്ളത്. പിന്നെ ഇത് അതിലേക്ക് നമ്മൾ സലാഡും അച്ചാറും കൊടുക്കുന്നതാണല്ലോ. അച്ചാർ ഞാനിത് അക്കാലത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കി. പിന്നെ ഇതൊക്കെ വരുമ്പോൾ അവക്കാടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആദ്യം അതിനെ ഷെയ്ക്ക് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പണിക്ക് നിന്നാൽ പിന്നെ ഷെയ്ക്ക് അടിക്കലൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ അത് അടിച്ച് വെച്ചാൽ മക്കൾ ക്ലാസ് ഇട്ട് വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഞാൻ എപ്പോഴും പച്ച കളറിലെ അവക്കാടാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാനത് എല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് 1 ലിറ്റർ പാലിന് ഐസാക്കി എടുത്താണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷേക്കൊക്കെ റെഡിയായി. പിന്നെ ഞാനും ഉക്കയും കൂടി ഇതാ കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. അടുത്ത പിന്നെ ഞാനിതാ വേഗം സബോളയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് ചതച്ചെടുക്കണം. അങ്ങനെ ആ പണികളൊക്കെ ചെയ്യാണ്. പിന്നെ ഇതാ കുരുമുളക് പൊടി കഴിഞ്ഞൊക്കെയായിരുന്നു കേട്ടോ. ഗരം മസാലയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ രണ്ടും ഒന്ന് വേഗം വറുത്തെടുക്കുകയാണ്. കുരുമുളകിനൊക്കെ ഞാനിതാ കഴുകിയിട്ട് അത് വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കണമുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാനിതാ നേരാക്കി എടുത്തു. പിന്നെ ഇതാ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കൂടെ കേട്ടോ ഞാൻ എപ്പോഴും ചതച്ചെടുക്കാറ്. അങ്ങനെ അതൊക്കെ അവിടെ ചതയ്ക്കാൻ വെച്ചിട്ട് ഇതാ ഗരം മസാലയ്ക്കുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. എന്നെ സഹായിക്കാൻ പിന്നെ ഒക്കെയുണ്ട് കേട്ടോ. ഒക്കെയാണ് കേട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് സബോള, പച്ചമുളക്, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, തൈര് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചു. പിന്നെ ആ ചിക്കൻ ഞാനിതാ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ കഴുകണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഇതാ മോൻ ക്ലാസ് വിട്ട് വന്നു. അവനിതാ ഷേക്കൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ ഞാനിതാ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 2 പാത്രത്തിൽ ഒന്ന് ഞങ്ങൾക്കുള്ളതും ഒന്ന് കാറ്ററിങ്ങിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ഇതാ വട്ടയൊക്കെ അടുപ്പിലേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് അതിലേക്ക് വലിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിയതിന് ശേഷം അത് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബോള വേഗം വാടി കിട്ടും. അങ്ങനെ സബോളയൊക്കെ ഇതാ ഒരുവിധം വാടി വന്നതിന് ശേഷം ഞാനിതാ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരു വിരുന്നുകാർ വന്നു കേട്ടോ. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സബോളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ ആവശ്യത്തിനും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതാ അതിലേക്ക് ചിക്കൻ കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാവർക്കും ഒരു മറവ് പറ്റുമല്ലോ, അതുപോലെ എനിക്കൊരു മറവ് പറ്റിട്ടോ. തൈര് ഒഴിക്കാൻ മറന്നു. പിന്നെ ഞാനിതാ ചിക്കൻ്റെ മേലെ തന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് ഒഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കളറാണ് കേട്ടോ ചേർക്കുന്നത്. കളർ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കാറ്ററിങ്ങിൻ്റെ യഥാർത്ഥ ചിക്കൻ കറി ആവുള്ളൂ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനെ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഇതാ നെയ്ച്ചോറ് വെക്കാനുള്ള വട്ടയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ അരിനെ അരമണിക്കൂർ മുന്നേ കുതിർത്തിയതാണ് കേട്ടത്. കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഇതാ വട്ടയൊക്കെ കയറ്റി വെച്ചതിന് ശേഷം ഇതാ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം.
നെയ്യ് ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് ഒരു 10-15 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കീറിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇത് അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലയ്ക്ക അത് 3ഉം കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിയതിന് ശേഷം അത് അതിലേക്ക് ഒരു 5 സബോള കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 30 പേർക്ക് ഞാൻ 5 കിലോ അരിയാണ് കേട്ടോ വെക്കാറ്. അതിലേക്ക് പിന്നെ ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച പേസ്റ്റ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനത് അതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കൽ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല മണം ഉണ്ടാവും കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ഇതാ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായി കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരിനൊക്കെ ഞാനിതാ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിനെ അതിലേക്ക് കൊട്ടി കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി തീ കത്തുന്നുണ്ടെങ്കിൽ നമുക്കത് പിരിഞ്ഞ് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചോറ് അടി പിടിക്കുകയുള്ളൂ. നെയ്ച്ചോറ് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ ഞങ്ങൾക്കുള്ള ചിക്കൻ കറിക്കുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് അടുപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചോറൊക്കെ ഒരുവിധം വേവാനായിട്ടുണ്ട്. പിന്നെ ഇത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. അങ്ങനെ ചോറത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയപ്പോൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അതിന് മേലെ കുറച്ച് കനൽ കോരിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനിതാ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച്, പിന്നെ അണ്ടിപ്പരിവും മുന്തിരിയൊക്കെ ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇളക്കിയതിന് ശേഷം ഞാനിതാ അതിൻ്റെ മേലെ കുറച്ചും കൂടെ അണ്ടിപ്പരിവും മുന്തിരി മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വട്ടയോടുകൂടെ തന്നെയാണ് കേട്ടോ ഓർഡർ കൊടുക്കുന്നത്. പിന്നെ ഇതാ കറിയും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മൂടി കൊടുക്കുന്നത്. അങ്ങനെ ചോറും കറിയൊക്കെ ഇതാ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കച്ചമ്പറ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അതിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അച്ചാർ പിന്നെ ഇതൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കി മോനും കൂടെയാണ് കേട്ടോ അത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതിപ്പോൾ അടുത്തെല്ലാം ഓർഡർ ആയതുകൊണ്ടാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അവരെടുക്കാൻ വരികയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ഇനി എനിക്ക് ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കാനുണ്ട്, കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.